നമുക്കിത് സിനിമ ജോർദാനിലാണ് ഒരു മേജർ പോർഷൻസ് ഷൂട്ട് ചെയ്തത്. പക്ഷെ നമുക്ക് 16 വർഷം മുമ്പ് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു ടെക്നോളജി ഒന്നും അല്ല ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത് 2018 വന്ന് നിന്ന സമയത്ത്. നമുക്ക് വേണമെങ്കിൽ ഒരു സെറ്റ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് രാജസ്ഥാൻ മരുഭൂമി അങ്ങനെ ഇന്ത്യയിലത്തെ നമുക്ക് വേണമെങ്കിൽ ചീറ്റിയെടുക്കാമായിരുന്നു, വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവിടെ തന്നെ സെലക്ട് ചെയ്ത് പോയതും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ്? ഇത് ടെക്നോളജിയുടെ വശം ഒന്നും ലൊക്കേഷൻ്റെ വശം മറ്റൊന്നുമാണ്. ഞാൻ രണ്ടിനെ കുറിച്ചും പറയാം. ഇതിനിടയിൽ ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് എന്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് മസറ എങ്കിലും നമുക്കൊരു സ്റ്റുഡിയോയിൽ സെറ്റ് ഇട്ടിട്ട് ഗ്രീൻ സ്ക്രീൻ ഷൂട്ട് ചെയ്തുകൂടാ. പിന്നെ 2018 ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയമായപ്പോഴേക്ക് പിന്നെ അൺറിയൽ എഞ്ചിൻസ്, വെർച്വൽ പ്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ആ സമയം കൊണ്ട് ഡെവലപ്ഡായി. പക്ഷേ ബ്ലെസ് ചേട്ടൻ ഈ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നത് ഇപ്പോഴും ഇതൊരു റിയൽ ഓർഗാനിക് ആയിട്ട് ഷൂട്ട് ചെയ്യപ്പെടേണ്ട, റിയൽ ലൊക്കേഷനിൽ പോയി എലിമെൻസും ആക്ടേഴ്സും ആനിമൽസും എല്ലാം ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് ബ്ലെസ് ചേട്ടൻ എന്നെ സ്വപ്നം കണ്ടിരുന്നത്. അങ്ങനെ എടുക്കുന്നതിൻ്റെ ഗുണം ഇനിയും ടെക്നോളജി എത്ര തന്നെ വളർന്നാലും അതിനുണ്ടാകും. അതാണ് സിനിമ. അപ്പോൾ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ ബ്ലെസ് ചേട്ടൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യം സത്യത്തിൽ ഞങ്ങൾ ഒറിജിനലി ഇവിടുത്തെ കേരളത്തിലെ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഇതിലെ മസറ പോർഷൻ, ഈ മരുഭൂമിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സിംഗുലർ ലൊക്കേഷൻ ജയ്സൽമീറിലാണ് സെറ്റിടാൻ തീരുമാനിച്ചിരുന്നത്. ഇൻഫാക്ട് അന്ന് സുനിലായിരുന്നു ആ ഡയറക്ടർ. സുനിലും ടീമും രാജസ്ഥാനിൽ പോയി അതിൻ്റെ ഒരു പ്രാരംഭഘട്ട ഒരു സർവേയും കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങൾ നീക്കി തുടങ്ങിയിരുന്നു. അന്നുണ്ടായിരുന്നൊരു വലിയ ചാലഞ്ച്, ഈ ബ്രീഡ് ഓഫ് ഷീപ്പും ക്യാമൽസും ഇന്ത്യയിലില്ല. അപ്പോൾ അത് സൗദിയിൽ നിന്ന് 250 ആടുകളെ വാങ്ങിക്കുകയും ഒട്ടകങ്ങളെ വാങ്ങിക്കുകയും ചെയ്ത് അതിനൊരു കണ്ടെയ്നറിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഷൂട്ടിങ്ങിന് ശേഷം തിരിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളൊരു വലിയൊരു എക്സസൈസ് അന്ന് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നീക്കുകയും അറ്റ് വൺ പോയിന്റ് ജദ്ദ പോർട്ടിൽ അതിൻ്റെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വരെ ചെയ്തിരുന്നു. പക്ഷെ ദെൻ ഇന്ത്യയിലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ ലൈഫ് സ്റ്റോക്ക് ഇമ്പോർട്ടിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ക്ലിയറൻസ് കിട്ടിയില്ല. അന്നും ബ്ലെസ് ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് എന്നാൽ പിന്നെ ഇങ്ങനത്തെ ആടുകൾ മതി എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആടുകളുള്ള സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യാം എന്നുള്ളത് ആ പരിപാടിയില്ല. പിന്നെ ഇത് എത്ര രാജ്യങ്ങൾ സ്കൗട്ട് ചെയ്യുന്നറിയോ? ഇത് ഒരുപാട് സ്ഥലങ്ങൾ ട്രൈ ചെയ്തു. ഒടുവിലാണ് ജോർഡനിൽ എത്തിപ്പെടുന്നത്. ഇപ്പോൾ നജീം പോയ ഒരു സ്ട്രഗിൾ നമ്മളത് പുസ്തകത്തിൽ കൂടെ വായിച്ചിട്ടുണ്ട്. ഒരു ബെസ്റ്റ് സെല്ലറായിട്ടുള്ള പുസ്തകമാണ്. ഇപ്പോൾ ഈ ഒരു 16 വർഷത്തെ ജേർണി, എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തോളം നീണ്ടു നിന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ്, ഈ റിയൽ ലൈഫ് ക്യാരക്ടർ വരുമ്പോൾ പൃഥ്വിരാജ് അതിൻ്റെ ഒരു സ്ട്രഗിളിൻ്റെ എത്ര പെർസെൻറ്റേജിൽ കൂടെ ഗോത്രൂ ചെയ്തിട്ടുണ്ടോ? എനിക്കങ്ങനെ ഒരു അവകാശപ്പെടാനേ പറ്റില്ല. കാരണം അദ്ദേഹം അനുഭവിച്ചിരിക്കുന്നത് അതൊരു യഥാർത്ഥ ജീവിതമാണ് അല്ലേ. ഞാനിനി എന്തനുഭവിച്ചു എന്ന് പറഞ്ഞാലും എനിക്കറിയാം ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നും. പിന്നെ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ സപ്പോർട്ടുണ്ട്. ട്രെയിനർ, ഡോക്ടർ, ന്യൂട്രീഷനിസ്റ്റ് എല്ലാം എനിക്ക് ചുറ്റുമുണ്ട് ഇല്ലേ. ഇതൊന്നും ഇല്ലാതെ ഇതിനൊരു ചോയ്സ് ആയിട്ടല്ലല്ലോ അദ്ദേഹം ഇത് അനുഭവിച്ചത്. അപ്പോൾ അതിനൊരു കമ്പാരിസൺ പോലും ഇല്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ചിന്തയായിരുന്നു. എന്തായിരിക്കും ശരിക്കും മൂപ്പർ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ചിന്ത തന്നെയാണ്. ഭയങ്കരമായിട്ട് വിശന്നപ്പോഴും ഭയങ്കരമായിട്ട് ക്ഷീണിതനായപ്പോഴും ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് തോന്നിയപ്പോഴും ഒക്കെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് എൻ്റെ അമ്മ, അപ്പോൾ അയാൾ എന്തായിരിക്കും അനുഭവിച്ചെന്നുള്ള തോന്നൽ തന്നെയാണ്.